അതിനടുത്ത് വേറൊരു ബില്ലും കൊണ്ടുവന്നല്ലേ. നമ്മുടെ ബാംഗ്ലൂരിൽ വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു കിഡിലൻ സ്പോട്ട് കണ്ടുപിടിച്ച കേസ് അതാണ് ചാലുക്യ സാമ്രാട്ട്. കുറേ ദിവസമായി ഞാൻ പോകണം വിചാരിക്കണം കേട്ടോ. നല്ല ദോശ, അതുപോലെ തന്നെ എല്ലാ വെജിറ്റേറിയൻ ഐറ്റംസ് നല്ല കിഡിലൻ ടേസ്റ്റിൽ നമുക്ക് സെർവ് ചെയ്യേണ്ടവർ. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ ബാംഗ്ലൂർ നെഹ്റു സർക്കിൾ അഥവാ നാഗപ്പ സ്ട്രീറ്റിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെ ഒരുവിധം മെനുവിൽ ഒരുവിധപ്പെട്ട എല്ലാവിധ സാധനങ്ങളും മെനുവിൽ ഞാൻ കണ്ടു. ആൻഡ് അവിടുത്തെ ഞാൻ ഓർഡർ ചെയ്തത് കോഫിയും അതുപോലെ തന്നെ ഗീ മസാല ദോശയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ നമുക്ക് പിന്നെ മസാല ദോശ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണല്ലോ. പിന്നെ അന്ന് അത്ര വിശപ്പുണ്ടായിരുന്നില്ല, അതിനെക്കൊണ്ട് തന്നെ നമ്മൾ ഈ 2 ഐറ്റം മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു പക്ഷേ ഗീ മസാല ദോശ 2 പേർക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ട്. അത്ര വലുതല്ല, പക്ഷേ അന്ന് ഞാൻ പറഞ്ഞ വിശപ്പില്ലാത്തതുകൊണ്ട് ആവാം എനിക്കങ്ങനെ തോന്നിയത്. പക്ഷേ സ്റ്റിൽ ഗീ ഒക്കെ ഭയങ്കര ഫ്ലേവർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു തട്ടിക്കൂട്ട് ദോശ അല്ല, ഭയങ്കര ക്രഞ്ചി ആയിരുന്നു ദോശ. പിന്നെ കോഫി ആയിരുന്നെങ്കിലും അതെ, ഫിൽറ്റർ കോഫിയാണ്, ബട്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കോഫി. ഞാൻ അത്ര കോഫി അഡിക്ഷൻ ഉള്ള ഒരാളൊന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോഫി. 2നും കൂടി എത്രയായത് 189 സംതിങ് അങ്ങനെ എന്തോ ആയത് കേട്ടോ. അതായത് സാധനം കിട്ടാൻ കുറച്ച് ഡിലേ എടുത്തു, ദോശ കിട്ടാൻ നല്ല ഡിലേ ആയിരുന്നു. പിന്നെ അവിടെ കൂടുതൽ പോകുന്ന സാധനം ഈ സാധനം തന്നെയായിരുന്നു. ഇതിനൊരു ജെയിൻ ദോശ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, അതിനേക്കാളും ഒത്തിരി ചെറുതും കൂടിയാണ്. അതിനടുത്ത് വേറൊരു ബില്ലും കൊണ്ടുവന്നല്ലേ. അതിലുണ്ടല്ലോ ടോക്കൺ നമ്പർ. മസാല